ജയറാം രമേശിന്റെ വീട്ടിൽ ജയറാം രമേശ് കൂടി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്പസമയത്തിനകം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. ശരത്ലാൽ ഡൽഹിയിൽ നിന്നുണ്ട്. ശരത്ത്, അതെ സേതുലക്ഷ്മി, കാരണം ജയറാം രമേശ് AICC ചാർജുള്ള മീഡിയയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഖാർഗെ തന്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം അതിൽ കൂടി ഇത് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉള്ള സൂചനയാണത്. കാരണം മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എത്തുകയും ഖാർഗെയോട് സംസാരിക്കും. തീരുമാനം അല്പസമയം കൊണ്ട് അതൊരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പത്രക്കുറിപ്പിലൂടെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. അതിനുള്ള സൂചനയാണ് ഈ ചർച്ച. രാഹുൽ അതേപോലെ തന്നെ മല്ലികാർജുന ഖാർഗെ ചർച്ച തീർന്നതിന് ശേഷം 15 മിനിറ്റിനുള്ളിൽ ജയറാം രമേശിനെ ഈ ഖാർഗെയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മീഡിയയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ് ജയറാം രമേശ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പത്രസമ്മേളനം ഇതിലേതെങ്കിലും ഒന്നായിട്ട് അടുപ്പം തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. ഇനി കേരളത്തിലെ ജനങ്ങളുടെ കൂടുതൽ നേരത്തേക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല. യോഗം കഴിഞ്ഞിരിക്കുന്നു. ജയറാം രമേശ് എന്നുള്ളത് സാധാരണ ജയറാം രമേശാണ് ഇത്തരം കാര്യങ്ങളിൽ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ളത്. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ പ്രസ് റിലീസ് പുറത്തിറക്കുക. ഇവരുടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ നിലക്ക് ഓർഗനൈസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ചാർജുള്ള AICC സെക്രട്ടറിയോ ആണ് ഇതിൽ ഒപ്പിടേണ്ടത്. ഓർഗനൈസ് സെക്രട്ടറി KC വേണുഗോപാലാണ്. അദ്ദേഹം തന്നെ ഒരു കണ്ടസ്റ്റായ സ്ഥിതിക്ക് അദ്ദേഹം ഒപ്പിടില്ല. ദീപാദാസ് മുർഷിയാണ് ഒപ്പിടേണ്ടത്. ഏതായാലും നമുക്കിപ്പോൾ കാത്തിരിക്കേണ്ടി വരും എപ്പോഴാണ് ഈ പ്രഖ്യാപനം പുറത്തു വരിക എന്നത്. ഏതായാലും സമയം അധികം വൈകില്ല. പ്രഖ്യാപനം ഉണ്ടാകും അല്ലേ? അങ്ങനെയാണോ? ഇന്ന് തന്നെ അത് അരമണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്ക് കാത്തിരിക്കാം. കാരണം ജയറാം രമേശ് ഖാർഗെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ വെച്ച് ഇരുവരും അല്ലെങ്കിൽ ജയറാം രമേശ് പുറത്തു വന്ന് മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യും എന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അല്ലെ പ്രസ് റിലീസ് ഇറക്കും. ഏതായാലും തീരുമാനമായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ തീരുമാനം ഏതായാലും ജയറാം രമേശിലൂടെ കേരള ജനത അടുത്ത നിമിഷങ്ങൾക്ക് മുമ്പ് അറിയും, അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അറിയും എന്നുള്ള സൂചനയാണ് രാജാജി മാർഗ് 10ാം നമ്പർ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.